എല്ലാ വിദ്യാർത്ഥികൾക്കും സംസ്കൃതിയുടെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ചാപ്റ്ററിന്റെ ആദ്യ ഭാഗം കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ അടുത്ത പാർട്ടിലോട്ടാണ് പോകുന്നത്. അതിന് മുന്നോടിയായിട്ട് ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്നുകൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച ഒന്നാമത്തെ നിയമം എന്ന് പറയുന്നത്, ഒരു ത്രികോണത്തിലെ എല്ലാ വശങ്ങളും മറ്റൊരു ത്രികോണത്തിലെ എല്ലാ വശങ്ങൾക്കും തുല്യമാണെങ്കിൽ ആ ത്രികോണത്തിലെ കോണുകളും തുല്യമായിരിക്കും. ഇഫ് ദി സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ ടു ദി സൈഡ്സ് ഓഫ് അനദർ ട്രയാങ്കിൾ, ഓൾ ദി ആംഗിൾസ് ഇൻ ദി ട്രയാങ്കിൾ ആർ ആൾസോ ഈക്വൽ എന്നുള്ള നിയമമാണ് നമ്മൾ പഠിച്ചത്. അതായത് നമുക്ക് ചിത്രത്തിൽ രണ്ട് ത്രികോണങ്ങൾ കാണാം. ആ ത്രികോണത്തിന്റെ ഒന്നാമത്തെ വശം എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്. തൊട്ടപ്പുറത്തും അതേപോലെ 6 സെന്റിമീറ്റർ ഒരു വശമുണ്ട്. രണ്ടാമത്തെ വശം എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണ്. തൊട്ടപ്പുറത്തെ ത്രികോണത്തിലും 5 സെന്റിമീറ്റർ ഒരു വശമുണ്ട്. അടുത്തൊരു 4 സെന്റിമീറ്റർ വശമാണ് മൂന്നാമതുള്ളത്. അതേ വശം തന്നെ ഏതിനുമുണ്ട്, അടുത്തൊരു ത്രികോണത്തിലും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ത്രികോണത്തിലെ വശങ്ങളെല്ലാം മറ്റൊരു ത്രികോണത്തിലെ വശങ്ങൾക്ക് തുല്യമാണ് എന്നുള്ള കേസ് നമുക്ക് മനസ്സിലാവും. അതിനാൽ തന്നെ എന്തും തുല്യമാണെന്നാണ് പഠിച്ചത്. അതിന്റെ കോണുകൾ അഥവാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും എന്നുള്ള നിയമമാണ് നമ്മൾ ലാസ്റ്റ് പഠിച്ചത്. ഇനി നമ്മൾ അടുത്ത ഒരു നിയമം കൂടി ആ ക്ലാസ്സിൽ തന്നെ പഠിച്ചായിരുന്നു. If the sides of a triangle are equal to the sides of another triangle, all the angles opposite to the equal sides are also equal. അതായത് ഒരു ത്രികോണത്തിന്റെ വശങ്ങളെല്ലാം മറ്റൊരു ത്രികോണത്തിന്റെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും എന്നുള്ളതാണ് ലാസ്റ്റ് നിയമം. അതായത് ഇപ്പൊ നമ്മളൊന്ന് ചെക്ക് ചെയ്യുക. 6 സെന്റിമീറ്ററിനെതിരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു കോണുണ്ട്. ആ കോണും ഇവിടെയുള്ള 6 സെന്റിമീറ്ററിനെതിരെ ഓപ്പോസിറ്റ് വരുന്ന കോണും എന്ത് തന്നെ ആയിരിക്കും, തുല്യം തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ വശമായിട്ടുള്ള 5 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് കോണെന്ന് പറയുന്നത് ഇതാണ്. അതെന്ന് പറയുന്നത് 5 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് വശമായിട്ടുള്ള ഈ കോണിന് എന്തായിരിക്കും, തുല്യമായിരിക്കും. മൂന്നാമത്തെ കോണ് രണ്ടിലും എന്ത് തന്നെ ആയിരിക്കും, തുല്യം തന്നെ ആയിരിക്കും എന്നുള്ള നിയമമാണ് നമ്മൾ അവസാന ക്ലാസ്സുകളിൽ പഠിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് ക്വസ്റ്റ്യനുകൂടി നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ലാസ്റ്റ് പാർട്ടിലോട്ടുള്ള ഒരു ക്വസ്റ്റ്യനിലൂടെ കിടക്കാം. ചിത്രത്തിൽ ABCD എന്ന ചതുർഭുജത്തിൽ AB സമം AD, BC സമം CD ചതുർഭുജത്തിലെ കോണുകളെല്ലാം കണക്കാക്കുക. അതായത് in the quadrilateral ABCD shown below, AB is equal to AD, BC is equal to CD. Compute all the angles of the quadrilateral. ചിത്രത്തിൽ ചതുർഭുജം ABCD യെ AC എന്ന് പറയുന്ന വികരണം അതിനെ രണ്ട് ത്രികോണങ്ങളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതായത് ABC എന്ന് പറയുന്ന ത്രികോണവും ADC എന്ന് പറയുന്ന മറ്റൊരു ത്രികോണവുമായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾ, ABC എന്ന് പറയുന്ന ത്രികോണത്തിലെ കോണുകളെല്ലാം കണക്കാക്കുക, ADC എന്ന് പറയുന്ന ത്രികോണത്തിലെ കോണുകളെല്ലാം കണക്കാക്കുക. അപ്പൊ ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു നിയമം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ത്രികോണത്തിലെ എല്ലാ വശങ്ങളും മറ്റൊരു ത്രികോണത്തിലെ എല്ലാ വശങ്ങൾക്കും തുല്യമാണെങ്കിൽ ആ ത്രികോണത്തിലെ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ എന്തായിരിക്കും, തുല്യമായിരിക്കും. If the sides of a triangle are equal to the sides of another triangle, all the angles opposite to the equal sides are also equal എന്നുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആലോചിക്കുക, ക്വസ്റ്റ്യൻ പറയുന്ന ഒന്നാമത്തെ വശത്തിനെതിരെയുള്ള കോണുകളൊന്നും നമുക്ക് ഇവിടെ തന്നിട്ടില്ല. പക്ഷെ അടുത്ത ABC എന്ന് പറയുന്ന ത്രികോണത്തില് ഒന്നാമത്തെ വശത്തിനെതിരെയുള്ള കോണെന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്, 50 ഡിഗ്രിയാണ്. അപ്പൊ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു ത്രികോണത്തിലെ എല്ലാ വശങ്ങളും രണ്ട് ത്രികോണങ്ങളിലും എന്താണെന്ന് പറഞ്ഞായിരുന്നു, തുല്യമാണെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ AB എന്ന് പറയുന്ന വശത്തിനെതിരെയുള്ള കോൺ 50 ഡിഗ്രിയാണ്. സ്വാഭാവികമായും ADC എന്ന് പറയുന്ന ത്രികോണത്തില് AD എന്ന് പറയുന്ന വശത്തിനെതിരെയുള്ള കോണം എത്ര ഡിഗ്രി തന്നെ ആയിരിക്കും, 50 ഡിഗ്രി തന്നെ ആയിരിക്കും. ഓക്കെ, അടുത്ത നെക്സ്റ്റ് ADC എന്ന് പറയുന്ന ത്രികോണത്തിലെ രണ്ടാമത്തെ വശത്തിനെതിരെയുള്ള കോൺ എന്ന് പറയുന്നത് എത്ര ഡിഗ്രി കോണാണ്, 30 ഡിഗ്രി കോണാണ്. ABC എന്ന് പറയുന്ന ത്രികോണത്തിലെയും രണ്ടാമത്തെ വശത്തിനെതിരെയുള്ള കോൺ എത്ര ഡിഗ്രി തന്നെ ആയിരിക്കും, 30 ഡിഗ്രി തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി ഇതിന്റെ അടിസ്ഥാനത്തിൽ ബാക്കി ABCD എന്ന് പറയുന്ന ചതുർഭുജത്തിലെ എല്ലാ കോണുകളും നമുക്ക് കണക്കാക്കാൻ നോക്കാം. അപ്പൊ ആദ്യം ABC എന്ന് പറയുന്ന ത്രികോണത്തിലെ ഈ ഒരു കോൺ എത്ര ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ച വേറൊരു നിയമമുണ്ട്, ബേസ് ആയിട്ടുള്ള നിയമമാണ്. ഒരു ത്രികോണത്തിലെ കോണുകളുടെ ആകെ തുക എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്, 180 ഡിഗ്രിയാണ്. ടോട്ടൽ സം ഓഫ് ആംഗിൾ ഇൻ എ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അതായത് ഒരു ത്രികോണത്തിലെ ആകെ കോണുകളുടെ തുക എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ ABC എന്ന് പറയുന്ന ത്രികോണത്തില് കോൺ CAB എന്ന് പറയുന്ന 30 ഡിഗ്രിയും കോൺ ACB എന്ന് പറയുന്ന 50 ഡിഗ്രിയുമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാലൻസ് ഉള്ള കോൺ ABC ആണ്, അഥവാ കോൺ B ഈസ് ഈക്വൽ ടു കോൺ B കണക്കാക്കുന്നതിനായിട്ട് 180 ആണ് ടോട്ടൽ സം ഓഫ് ആംഗിൾ എന്ന് പറയുന്നത്. 180 മൈനസ് 50 പ്ലസ് 30 ദാറ്റ് ഈസ് ഈക്വൽ ടു 180 മൈനസ് 80 ഈസ് ഈക്വൽ ടു 100 ഡിഗ്രി എന്നുള്ള കേസ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഈ ത്രികോണത്തിലെ ABC എന്ന് പറയുന്ന കോൺ 100 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അടുത്ത നെക്സ്റ്റ് കോൺ ത്രികോണം ADC എന്ന് പറയുന്ന ത്രികോണത്തില് ADC എന്ന് പറയുന്ന കോൺ കണക്കാക്കുക. ഇതേപോലെ തന്നെയാണ് കണക്കാക്കുന്ന 50 പ്ലസ് 30, അതിൽ നിന്ന് 180 മൈനസ് 80 കുറയ്ക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 100 ഡിഗ്രി എന്നുള്ള കേസ് കിട്ടും. ഓക്കെ, അപ്പൊ അത്തരത്തില് ഈ ത്രികോണത്തിലെ എല്ലാ കോണുകളും കിട്ടും, താഴത്തെ ത്രികോണത്തിലെ എല്ലാ കോണുകളും കിട്ടും, ABCD എന്ന് പറയുന്ന ചതുർഭുജത്തിലെ എല്ലാ കോണുകളും കിട്ടും. ക്വാഡ്രിലാറ്ററൽ ABCDയുടെ എല്ലാ കോണുകളും കിട്ടും. കോൺ A ഈസ് ഈക്വൽ ടു 30 പ്ലസ് 30 എത്ര ഡിഗ്രി ആയിരിക്കും, 60 ഡിഗ്രി ആയിരിക്കും. കോൺ B ഈസ് ഈക്വൽ ടു 100 ഡിഗ്രി ആയിരിക്കും. അടുത്ത കേസ് കോൺ C ഈസ് ഈക്വൽ ടു 50 പ്ലസ് 50 ദാറ്റ് ഈസ് ഈക്വൽ ടു 100 ഡിഗ്രി.
ലാസ്റ്റ് കോൺ ഡി ഈസ് ഈക്വൽ ടു 100 ഡിഗ്രി. അപ്പൊ നമുക്ക് ചിത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ABCD എന്ന് പറയുന്ന ചതുർഭുജത്തിലെ എല്ലാ കോണുകളും കണക്കാക്കാനാണ്. കണ്ടുപിടിക്കുന്ന തിയറി എന്ന് പറയുന്നത് ത്രികോണത്തിലെ ആകെ കോണുകളുടെ അളവുകളുടെ തുക 180 ഡിഗ്രി ആണെന്നുള്ള തിയറിയിൽ നിന്നാണ് ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കോൺ A 60 ഡിഗ്രി എന്നും കോൺ B 100 ഡിഗ്രി എന്നും കോൺ C 100 ഡിഗ്രി എന്നും കോൺ D 100 ഡിഗ്രി എന്നും കിട്ടും. ഓക്കെ, അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് ചാപ്റ്ററിന്റെ അടുത്തൊരു പോർഷനിലൂടെ നമ്മൾ കടക്കുകയാണ്. ഇതിൽ പഠിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു ത്രികോണത്തിലെ രണ്ട് വശങ്ങളും അവ ചേർന്നുണ്ടാക്കുന്ന കോണും മറ്റൊരു ത്രികോണത്തിലെ രണ്ട് വശങ്ങൾക്കും അവ ചേർന്നുണ്ടാകുന്ന കോണിനും തുല്യമായാൽ ആ ത്രികോണങ്ങൾക്ക് എന്തെല്ലാം പ്രത്യേകതയാണ് ഉള്ളത് എന്നുള്ള കേസാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ചെയ്യുന്ന കേസ് എന്ന് പറയുന്നത് എന്താ, ഇവിടെ നോക്കുന്ന സമയത്ത് അറിയാം, ഒരു 7 സെന്റിമീറ്റർ സൈഡും ഒരു 5 സെന്റിമീറ്റർ സൈഡും കൂടെ ചേർന്ന് ഒരു 60 ഡിഗ്രി കോൺ ഇവിടെ മേക്ക് ചെയ്തിട്ടുണ്ട്. തൊട്ടപ്പുറത്തും അതുപോലെ ഒരു 7 സെന്റിമീറ്റർ സൈഡും ഒരു 5 സെന്റിമീറ്റർ സൈഡും ചേർന്ന് തൊട്ടടുത്തൊരു 60 ഡിഗ്രി കോൺ മേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കുള്ള പ്രത്യേകത എന്ന് പറയുന്ന നിയമം എന്ന് പറയുന്നത് ഒരു ത്രികോണത്തിലെ രണ്ട് വശങ്ങളും അവ ചേർന്നുണ്ടാക്കുന്ന കോണും മറ്റൊരു ത്രികോണത്തിലെ രണ്ട് വശങ്ങൾക്കും അവ ചേർന്നുണ്ടാക്കുന്ന കോണിനും തുല്യമാണെങ്കിൽ മൂന്നാമത്തെ വശവും ബാക്കി രണ്ട് കോണുകളും തുല്യമായിരിക്കും. If two sides of triangle and angle made by them are equal to the two sides of another triangle and angle made by them, then the third side is also equal and other two angles are also equal. അപ്പോൾ നമ്മൾ അതിന്റെ അടിസ്ഥാനത്തിൽ ചിത്രത്തിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത് രണ്ട് വശങ്ങളും അവ ചേർന്നുണ്ടാക്കുന്ന കോണും മറ്റൊരു ത്രികോണത്തിലെ രണ്ട് വശങ്ങൾക്കും അവ ചേർന്നുണ്ടാക്കുന്ന കോണിനും തുല്യമാണെങ്കിൽ ഈ കിടക്കുന്ന മൂന്നാമത്തെ വശം എന്ന് പറയുന്നത് രണ്ട് ത്രികോണത്തിലും തുല്യമായിരിക്കും. ബാക്കി രണ്ട് കോണുകൾ, അതായത് റിമൈനിങ് ആംഗിൾ എന്ന് പറയുന്നത് രണ്ട് ത്രികോണത്തിലും എന്തായിട്ട് വരും, ഈക്വൽ ആയിട്ട് വരും എന്നുള്ളതാണ് നിയമം. അതായത് ഒരു ത്രികോണത്തിലെ രണ്ട് വശങ്ങളും അവ ചേർന്നുണ്ടാക്കുന്ന കോണും മറ്റൊരു ത്രികോണത്തിലെ രണ്ട് വശങ്ങൾക്കും അവ ചേർന്നുണ്ടാക്കുന്ന കോണിനും തുല്യമാണെങ്കിൽ മൂന്നാമത്തെ വശവും തുല്യമായിരിക്കും, ബാക്കി രണ്ട് കോണുകളും തുല്യമായിരിക്കും. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ചുവടെയുള്ള ഓരോ ജോഡി ചിത്രങ്ങളിലും ഒന്നാം ത്രികോണത്തിലെ കോണുകൾക്ക് തുല്യമായ കോണുകൾ രണ്ടാം ത്രികോണത്തിൽ നിന്ന് കണ്ടുപിടിച്ചെഴുതുക. ഇൻ ഈച്ച് പെയർ ഓഫ് ട്രയാങ്കിൾസ് ബിലോ ഫൈൻഡ് ദി പെയർസ് ഓഫ് മാച്ചിങ് ആംഗിൾസ് ആൻഡ് റൈറ്റ് ദം ഡൗൺ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്ന കാര്യം ABC എന്ന് പറയുന്ന ഒരു ത്രികോണവും PQR എന്ന് പറയുന്ന ഒരു ത്രികോണവും തന്നിട്ടുണ്ട്. ഈ ത്രികോണത്തിലെ തുല്യമായ കോണുകൾ ഈ തൊട്ടപ്പുറത്തുള്ള PQR എന്ന് പറയുന്ന അടുത്ത ത്രികോണത്തിൽ നിന്ന് കണ്ടുപിടിച്ചെഴുതുക എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്ന കാര്യം. അപ്പൊ നമ്മൾ നോക്കുക, AB എന്ന് പറയുന്ന 3 സെന്റിമീറ്റർ സൈഡ് തൊട്ടപ്പുറത്ത് RQ അല്ലെങ്കിൽ QR എന്ന് പറയുന്ന 3 സെന്റിമീറ്റർ സൈഡ് ആയിട്ടുണ്ട്. തൊട്ടടുത്ത് AC എന്ന് പറയുന്ന അടുത്തൊരു രണ്ടാമത് വരുന്ന സൈഡ് PQ എന്ന് പറയുന്ന അടുത്തൊരു സൈഡായിട്ട് തൊട്ടടുത്ത ത്രികോണത്തിൽ തന്നെയുണ്ട്. പിന്നെ അവ ചേർന്നുണ്ടാക്കുന്ന കോൺ 40 ഡിഗ്രി കോൺ CAB 40 ഡിഗ്രി കോൺ തൊട്ടപ്പുറത്തെ ത്രികോണത്തിൽ PQR എന്ന് പറയുന്ന 40 ഡിഗ്രി കോണായിട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നിയമം എന്ന് പറയുന്നത് ഒരു ത്രികോണത്തിലെ രണ്ട് വശങ്ങളും അവ ചേരുന്ന കോണും മറ്റൊരു ത്രികോണത്തിലെ രണ്ട് വശങ്ങൾക്കും അവ ചേരുന്ന കോണിനും തുല്യമാണെങ്കിൽ മൂന്നാമത്തെ വശവും എന്തായിരിക്കും, തുല്യമായിരിക്കും. ബാക്കി രണ്ട് കോണുകളും എന്തായിരിക്കും, തുല്യമായിരിക്കും. അപ്പൊ നമ്മൾ കണ്ടുപിടിച്ചെഴുതാനുള്ള കാര്യം എന്ന് പറയുന്നത് തുല്യമായ കോണുകൾ ചിത്രത്തിൽ നിന്ന് കണ്ടുപിടിച്ചെഴുതുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ കേസ് കോൺ A എന്ന് പറയുന്ന എന്തിന് തുല്യമായിരിക്കും, കോൺ Qവിന് തുല്യമായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ വശത്തിനെതിരെയുള്ള കോണാണ് 40 ഡിഗ്രി കോൺ. തൊട്ടടുത്ത് മൂന്നാമത്തെ വശത്തിനെതിരെയുള്ള കോൺ എന്ന് പറയുന്നത് എത്ര ഡിഗ്രി തന്നെയാണ്, 40 ഡിഗ്രി തന്നെയാണ്. അപ്പൊ കോൺ A is equal to കോൺ Q എന്ന് നമുക്ക് കിട്ടും. ഇനി അടുത്ത രണ്ടാമത്തെ വശത്തിനെതിരെയുള്ള കോൺ എന്ന് പറയുന്നത് ഏതാണ്, കോൺ B ആണ്. തൊട്ടടുത്ത ത്രികോണത്തിലെ രണ്ടാമത്തെ വശത്തിനെതിരെയുള്ള കോൺ എന്ന് പറയുന്നത് ഏതാണ്, കോൺ R ആണ്. ആംഗിൾ B is equal to ആംഗിൾ R എന്നുള്ള കേസ് നമുക്ക് കിട്ടും. അടുത്ത ലാസ്റ്റ് റിമൈനിങ് ആംഗിൾസ് എഴുതി വെച്ചാൽ മതി, അതായത് അവശേഷിക്കുന്ന ബാക്കി കോണുകൾ എടുത്ത് എഴുതിയാൽ മതി. രണ്ട് ത്രികോണത്തിലും ആംഗിൾ സിയും ആംഗിൾ പിയും ആണ് ബാലൻസ് ഉള്ളത്, അതെടുത്ത് എഴുതിയാൽ മതി. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇവിടുത്തെ തുല്യമായ കോണുകൾ അടുത്തത് PQR എന്ന് പറയുന്ന ത്രികോണത്തിൽ നിന്നും തുല്യമായ കോണുകളായിട്ട് നമുക്ക് എടുത്തെഴുതാനായിട്ട് പറ്റും. ഓക്കെ, ഇത് കൂടാതെ തന്നെ ഇതിന്റെ തൊട്ട് താഴെ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് സ്വന്തമായിട്ട്, ഇതിന്റെ ഐഡിയ തന്നെയാണ് അതിന് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ ആ ബേസിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ കൂടി ഒന്ന് നിങ്ങൾ വർക്ക് ചെയ്ത് നോക്കുക. In the figure below, M is the midpoint of the line AB. Compute the other two angles of triangle ABC. ചിത്രത്തിൽ AB എന്ന വരയുടെ മധ്യബിന്ദുവാണ് M. ത്രികോണം ABCയിലെ മറ്റു രണ്ട് കോണുകളും കണക്കാക്കുക. ഇതാണ് നമുക്കുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യനിൽ പറയുന്ന കാര്യം AB എന്ന് പറയുന്ന വരയുടെ മധ്യബിന്ദു അല്ലെങ്കിൽ മിഡ് പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത്, M എന്ന് പറയുന്നത് കോൺ CAB is equal to 50 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ത്രികോണം ABCയിലെ ബാക്കി കോണുകൾ കണക്കാക്കാനാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുന്നതിനായിട്ട് ആലോചിക്കുക, നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്ന കാര്യം MC എന്ന് പറയുന്ന ലൈൻ എന്ന് പറയുന്ന രണ്ടിലും കോമൺ ആയിട്ടുള്ള ലൈനാണ്. അതായത് MC എന്ന് പറയുന്ന വരയാണ് ഈ രണ്ട് ത്രികോണങ്ങളായിട്ട് ഈ ത്രികോണത്തെ മാറ്റുന്നത്. അടുത്ത കേസ് ആലോചിക്കുക, AB എന്ന് പറയുന്ന വരയുടെ മധ്യബിന്ദുവാണ് എന്തെന്ന് പറയുന്നത് M. അതായത് AM is equal to എന്താണെന്ന് മനസ്സിലാക്കാം, MB ആണെന്നുള്ള കേസ് നമുക്ക് മനസ്സിലാക്കാം. AM is equal to
MB ആണെന്നുള്ള കേസ് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ത്രികോണം ABCയിലെ ബാക്കിയുള്ള കോണുകൾ കണക്കാക്കാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കുക, ഒരു ത്രികോണത്തിലെ രണ്ട് വശങ്ങളും അവയ്ക്കിടയിലുള്ള കോണും മറ്റൊരു ത്രികോണത്തിലെ രണ്ട് വശങ്ങൾക്കും അവയ്ക്കിടയിലുള്ള കോണിനും തുല്യമാണെങ്കിൽ മൂന്നാമത്തെ വശവും തുല്യമായിരിക്കും, ബാക്കി രണ്ട് കോണുകളും തുല്യമായിരിക്കും. ഇഫ് ടു സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ ആൻഡ് ആംഗിൾ മെയ്ഡ് ബൈ them are equal to the two sides of another triangle and angle made by them, then the third side is also equal and other two angles are also equal. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ABC എന്ന് പറയുന്ന ത്രികോണത്തിലെ M എന്ന് പറയുന്ന മിഡ് പോയിന്റ് ആണ്, മധ്യബിന്ദുവാണെന്ന് നമുക്കറിയാം. അപ്പൊ നമ്മൾ ആലോചിക്കുക AM is equal to MB ആയിരിക്കും. ഇനി ആലോചിക്കുക, ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് CMA എന്ന് പറയുന്ന കോൺ എത്ര ഡിഗ്രി കോണാണ്? 90 ഡിഗ്രി കോണാണ്. സ്വാഭാവികമായിട്ടും ഇവിടെ വരുന്ന CMB എന്ന് പറയുന്ന കോണും എത്ര ഡിഗ്രി തന്നെ ആയിരിക്കും? 90 ഡിഗ്രി തന്നെ ആയിരിക്കും. ഓക്കെ, അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആലോചിക്കുക, CMA ആംഗിൾ CMA is equal to ആംഗിൾ CMB എന്നുള്ളതായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ ആലോചിക്കുക, CMA എന്ന് പറയുന്ന കോണും CMB എന്ന് പറയുന്ന കോണും എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ നമ്മൾ ആലോചിക്കുക, ഒരു ത്രികോണത്തിലെ രണ്ട് വശങ്ങളും അവ ചേരുന്ന കോണും മറ്റൊരു ത്രികോണത്തിലെ രണ്ട് വശങ്ങൾക്കും അവ ചേരുന്ന കോണിനും തുല്യമാണെങ്കിൽ മൂന്നാമത്തെ വശവും എന്തായിരിക്കും? തുല്യമായിരിക്കും. അതായത് AC is equal to BC എന്ന് കിട്ടും. പിന്നെ എന്ത് കിട്ടും? ബാക്കി രണ്ട് കോണുകളും എന്താണെന്ന് കിട്ടും? തുല്യമാണെന്ന് കിട്ടും. അപ്പോൾ ഒന്നാമത്തെ വശത്തിനെതിരെയുള്ള കോൺ എന്ന് പറയുന്നത് എത്ര ഡിഗ്രി കോണാണ്? 50 ഡിഗ്രി കോണാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടുത്തെ ഒന്നാമത്തെ വശത്തിനെതിരെയുള്ള കോൺ എന്ന് പറയുന്ന ആംഗിൾ CBM എന്ന് പറയുന്നത് എത്ര ഡിഗ്രി തന്നെ ആയിരിക്കും? 50 ഡിഗ്രി തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എഴുതുക, ആംഗിൾ CAM is equal to ആംഗിൾ CBM that is equal to എത്ര ഡിഗ്രി എന്ന് തന്നെ കിട്ടും? രണ്ട് കോണുകളും 50 ഡിഗ്രി എന്ന് തന്നെ കിട്ടും. നമുക്ക് കണ്ടുപിടിക്കാനുള്ള കാര്യം ഇനി ബാലൻസ് ഉള്ള കോൺ എന്ന് പറയുന്നത് കോൺ ACB ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അത് കണ്ടുപിടിക്കാനായിട്ട് ഒരു ത്രികോണത്തിലെ കോണുകളുടെ ആകെ തുക എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? 180 ഡിഗ്രിയാണ്. ദി ടോട്ടൽ സം ഓഫ് ആംഗിൾ ഇൻ എ ട്രയാംഗിൾ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ദാറ്റ് ഈസ് ഈക്വൽ ടു 180 മൈനസ് ബാക്കിയുള്ള ബാലൻസ് ആയിട്ടുള്ള രണ്ട് കോണുകൾ 50 ഡിഗ്രി വീതമാണ്. 50 പ്ലസ് 50 ദാറ്റ് ഈസ് ഈക്വൽ ടു 180 മൈനസ് 50. 50 പ്ലസ് 50 ഈസ് ഈക്വൽ ടു എത്ര? 100. ദാറ്റ് ഈസ് ഈക്വൽ ടു 80 ഡിഗ്രി. അതായത് ത്രികോണത്തിലെ ബാലൻസ് ഉള്ള ACB എന്ന് പറയുന്ന കോൺ എന്ന് പറയുന്ന എത്ര ഡിഗ്രി കോണാണെന്ന് നമുക്ക് കിട്ടും? 80 ഡിഗ്രി കോണാണ് നമുക്ക് കിട്ടും. നമ്മൾ ഉപയോഗിച്ച നിയമം എന്ന് പറയുന്നത് ഒരു ത്രികോണത്തിലെ രണ്ട് വശങ്ങളും അവ ചേരുന്ന കോണും മറ്റൊരു ത്രികോണത്തിലെ രണ്ട് വശങ്ങൾക്കും അവ ചേരുന്ന കോണിനും തുല്യമാണെങ്കിൽ മൂന്നാമത്തെ വശവും തുല്യമായിരിക്കും, ബാക്കിയുള്ള റിമൈനിങ് ആംഗിളുകളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്നുള്ള നിയമമാണ് നമ്മൾ ഉപയോഗിച്ചത്. ഓക്കെ, ഈ ചാപ്റ്ററിൽ ഇപ്പോൾ പഠിച്ച പോർഷൻ വരെയുള്ള നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ക്ലിയർ ചെയ്ത് പോകാവുന്നതാണ്.